കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമേഷൻ ഓഫ് കമ്പനി എന്നുള്ള രണ്ടാമത്തെ മൊഡ്യൂളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് പ്രൊമോഷൻ പഠിച്ചു, പ്രൊമോട്ടർ ആരാണെന്ന് പഠിച്ചു, അതുപോലെ ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഡ്യൂട്ടീസ്, ലാബിലിറ്റീസ്, റെമുനറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്, ലീഗൽ പൊസിഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. അതായത് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 3 സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു പ്രൊമോഷൻ. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ദിസ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദി കമ്പനി ഫോർമേഷൻ. ഇറ്റ് ഈസ് ദി രജിസ്ട്രേഷൻ ദാറ്റ് ബ്രിങ്സ് എ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. ഈ ഒരു സ്റ്റേജാണ് കമ്പനിയുടെ ഫോർമേഷനിലെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് കമ്പനി ശരിക്കും നിലവിൽ വരുന്നത്. കമ്പനിക്ക് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു സ്റ്റേജാണെന്ത്, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. കമ്പനി ക്യാൻ ബി രജിസ്റ്റേർഡ് ഓൺ 3 stages. ദാറ്റ് ഈസ്, ഇൻ ദി കേസ് ഓഫ് പബ്ലിക് കമ്പനി എ മിനിമം ഓഫ് 7 persons റിക്വയർഡ്. ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി മിനിമം ഓഫ് 2 persons റിക്വയർഡ്. ആൻഡ് ഇൻ ദി കേസ് ഓഫ് 1 person കമ്പനി എ സിംഗിൾ പേഴ്സൺ ഈസ് ഹോൾഡർ ഓഫ് ദി കമ്പനി. അപ്പോൾ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ, ഈ കമ്പനി രജിസ്ട്രേഷൻ സ്റ്റേജിൽ എത്തണമെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 persons, അതുപോലെ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 persons, 1 person കമ്പനി ആണെങ്കിൽ ഒരാളും വെച്ചിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഈ രജിസ്ട്രേഷൻ എന്നുള്ള സ്റ്റേജിൽ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ വരുന്നത് കമ്പനി ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. A company is legally constituted on being duly registered under the Act and after the issue of certificate of incorporation by the Registrar of Companies. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ രജിസ്ട്രേഷൻ നടത്തുകയാണ്. ആ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യും. അതിന് ശേഷമാണ് കമ്പനി കമൻസ് ചെയ്യാൻ തുടങ്ങുക. For the incorporation of a company, the promoters take the following preparatory steps. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ മുന്നേ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ തന്നെ പ്രൊമോട്ടേഴ്സ് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ്, അതിൽ പ്രൊമോട്ടറാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ ലീഗലായിട്ട് കമ്പനി മാറുന്ന ഒരു സ്റ്റേജാണെന്ത്, ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിലാണ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയും. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. അതാണ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് കമ്പനി രജിസ്ട്രേഷൻ നടത്തുക. കമ്പനി കമൻസ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, to take approval of the name, an application has to be made in the prescribed form along with the requisite fee. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ നെയിം പോലെ അപ്ലിക്കേഷനൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ റിക്വസിറ്റ്, അതിന് ആവശ്യമായിട്ടുള്ള ഫീസ് എത്രയാണ്, അതിൻ്റെയൊക്കെ ഒരു അപ്രൂവൽ അത് ചെയ്യലാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ടു ഗെറ്റ് എ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അണ്ടർ ഇൻഡസ്ട്രീസ് ആക്ട് 1951 ഇഫ് ദി കമ്പനീസ് ബിസിനസ് കംസ് വിത്തിൻ ദി പെർവ്യൂ ഓഫ് ദിസ് ആക്ട്. അതായത് കമ്പനി ഇൻഡസ്ട്രീസ് ആക്ട് 1951 പ്രകാരമാണെങ്കിൽ, അതിൻ്റെ ഈ ഒരു ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ആക്ടിൻ്റെ ഒരു ലെറ്റർ എന്തിനു വേണം, കിട്ടുന്നുണ്ടോയെന്ന് അത് കിട്ടണമെങ്കിൽ അത് വാങ്ങണം. എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രീസ് ആക്ട് 1951 പ്രകാരമാണ് കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ഒരു ലെറ്റർ കിട്ടണം. നെക്സ്റ്റ് ചെയ്യേണ്ടത് ടു ഗെറ്റ് നെസസറി ഡോക്യുമെൻറ്റ്സ്, ദാറ്റ് ഈസ് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിപ്പയർഡ് ആൻഡ് പ്രിൻറ്റഡ്. അപ്പോൾ കമ്പനിയുടെ മെയിൻ ഡോക്യുമെൻറ്റ്സിലൊന്നാണ് മെമ്മോറാൻഡം, അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്തിനു വേണം, കമ്പനിയുടെ ഇൻകോർപ്പറേഷന് വേണം. പിന്നെ പറയേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ പ്രിലിമിനറി കോൺട്രാക്ട്സ് ആൻഡ് എ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്.
കമ്പനി ഇൻകോർപ്പറേഷൻ്റെ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രിലിമിനറി കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കോൺട്രാക്ട്സ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പനി രജിസ്ട്രേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മുൻകൂട്ടി എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നതാണ് ഫയലിംഗ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഒരു കമ്പനി രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ട എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? After getting the name approved, an application with the following document shall be filed with the registrar with the host jurisdiction. The registered office of the company is proposed to be situated. അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കമ്പനി രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാൻഡം ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് ഫസ്റ്റ് എന്തെന്ന് വെച്ചാൽ മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസും, കമ്പനിയുടെ മെയിൻ ഡോക്യുമെൻറ്റ്സിലൊന്നാണ് മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നത്. അതിൽ എല്ലാ മെമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, പറഞ്ഞ പ്രകാരം സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി ഷാൾ ബി സൈൻഡ് ഇൻ ദി ഫോളോയിങ് മാനർ. താഴെ പറയുന്ന രീതിയിലാണ് ഇതിലെങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസിലും സൈൻ ചെയ്യണം. അപ്പോൾ ആ മെമ്മറാൻഡത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി ഷാൾ ബി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ ടു ദി മെമ്മറാൻഡം. അതുപോലെ ഈ ഒരു പോയിന്റിൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെമ്മറാൻഡത്തിലും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഓരോ സബ്സ്ക്രൈബറും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ നെയിം, അവരുടെ അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ, ഓക്യുപ്പേഷൻ അതൊക്കെ ഒരാളുടെ വിറ്റ്നസ്സോട് കൂടി, ഒരാളുടെ പ്രസൻറ്റോട് കൂടി ഇതിൻ്റെ മുന്നേ, അതായത് ഇതിൽ സൈൻ ചെയ്യുമ്പോൾ ഒരാൾ വിറ്റ്നസ് ആയിട്ട് ഉണ്ടായിരിക്കണം, അയാൾ വിറ്റ്നസ് ആണെന്ന് അയാൾ പറയുകയും ചെയ്യണം. അങ്ങനെ വേണം ഈ ഒരു മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസിൽ സബ്സ്ക്രൈബേഴ്സ് സൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് വോ എ സബ്സ്ക്രൈബർ ടു ദി മെമ്മറാൻഡം ഈസ് ഇലിറ്ററേറ്റ് ഹി ഷാൾ അഫിക്സ് ഹിസ് തം ഇംപ്രഷൻ ഓർ മാർക്ക്. അതായത് സബ്സ്ക്രൈബർ ഇലിറ്ററേറ്റ് ആണെങ്കിൽ, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ, അയാൾക്കൊന്നും അറിയില്ലെങ്കിൽ അപ്പോൾ അയാൾ എന്ത് മതി, തമ്പ് ഇംപ്രഷൻ മതി അല്ലെങ്കിൽ ഒരു മാർക്ക് മതി. നെക്സ്റ്റ് പറയുന്നതാണ് സച്ച് എ പേഴ്സൺ ഷാൾ ഓൾസോ റീഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദി കണ്ടൻസ് ഓഫ് ദി മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ടു ദി സബ്സ്ക്രൈബർ ആൻഡ് മേക്ക് ആൻ എൻഡോഴ്സ്മെൻറ്റ് ടു ദാറ്റ് എഫക്റ്റ് ഓൺ ദി മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് ഇവരെന്ത് ചെയ്യണം, ആ പേഴ്സൺ എല്ലാ മെമ്മറാൻഡത്തിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഫുൾ കണ്ടൻസും വായിക്കുകയും ചെയ്യണം, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യണം. ആൻഡ് മേക്ക് ആൻ എൻഡോഴ്സ്മെൻറ്റ് ടു ദാറ്റ് എഫക്റ്റ് ഓൺ ദി മെമ്മറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതിന് ശേഷം മാത്രമേ മെമ്മറാൻഡം അതുപോലെ ആർട്ടിക്കിൾസിലും അതിൻ്റെ കണ്ടൻസൊക്കെ മനസ്സിലായെന്ന് സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് സച്ച് എ പേഴ്സൺ നെക്സ്റ്റ് പറയുന്നതാണ് where the subscriber to the memorandum is a body corporate, the memorandum and articles of association shall be signed by a director, officer or employee of the body. ഈ സബ്സ്ക്രൈബർ, മെമ്മറാൻഡത്തിലുള്ള സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു സ്ഥാപനമാണെങ്കിൽ, അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ആ സ്ഥാപനത്തിൻ്റെ, ആ ബോഡി കോർപ്പറേറ്റിൻ്റെ ഡയറക്ടറോ അതുപോലെ ഓഫീസറോ അല്ലെങ്കിൽ എംപ്ലോയിയോ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ പേഴ്സൺസ് ആണെങ്കിൽ അവർ തന്നെ സൈൻ ചെയ്യണം. അപ്പോൾ ഇതൊരു കമ്പനിയാണ് ഒരു സബ്സ്ക്രൈബർ എങ്കിൽ അവിടുത്തെ ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ ഓഫീസറോ എംപ്ലോയിക്കൊക്കെ സൈൻ ചെയ്യാം. നെക്സ്റ്റ് പറയുന്ന ഡോക്യുമെൻ്റാണ് വേർ സബ്സ്ക്രൈബർ ടു ദി മെമ്മറാൻഡം ഈസ് എ ഫോറിൻ നാഷണൽ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ.
അതായത് മെമ്മറാൻഡത്തിൽ സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ആൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻ എ കൺട്രി any part of the Commonwealth, his signatures and address on the memorandum and articles of association and proof of identity shall be notarized by a notary in that part of the Commonwealth. അതായത് ഈ ഒരു ഫോറിനിൽ താമസിക്കുന്ന അയാൾ ഏതെങ്കിലും ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ അയാളുടെ സിഗ്നേച്ചറും അതുപോലെ അഡ്രസ്സും എന്തിലുണ്ടായിരിക്കണം, മെമ്മറാൻഡത്തിൽ ഉണ്ടായിരിക്കണം. ആൻഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും എന്ത് ചെയ്യണം, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് കൊടുക്കണം. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയുടെ പ്രൂഫ്. നെക്സ്റ്റ് പറയുന്നത് in a country which is a party to the Hague Apostolic Convention 1961, his signatures and address on the memorandum and articles of association and proof of identity shall be notarized before the notary of the country of his origin and be duly apostolized in accordance with the said Hague Convention. അതായത് സെക്കൻഡ് പറയുന്നത് ഈ ഒരു ഫോറിനിൽ താമസിക്കുന്ന ആൾ ഒരു ഹാഗ് അപ്പോസ്റ്റൽ കൺവെൻഷൻ 1961 അംഗമാണെങ്കിൽ, അതിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ അയാളുടെ ഫുൾ സിഗ്നേച്ചറും അഡ്രസ്സും മെമ്മറാൻഡത്തിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പിന്നെ ഉദ്യോഗസ്ഥർക്ക് നോട്ടറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മെമ്മറാൻഡത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അതിലൊന്നും കൂടിയും പറയാം. മെമ്മറാൻഡം ഈ ഒരു ഇൻകോർപ്പറേഷൻ സ്റ്റേജിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റിൽ പറയുന്നതാണ് മെമ്മറാൻഡം ആർട്ടിക്കിൾസുമാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്യേണ്ടത്. അതിൽ മെമ്മറാൻഡത്തിൽ തന്നെ പറയുന്ന ഫോളോയിങ് മാനറിലായിരിക്കണം സൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മെമ്മറാൻഡം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിയിൽ ഓരോ സബ്സ്ക്രൈബറും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പറയുന്നത് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ ഒരു മാർക്കോ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആ പേഴ്സൺ എല്ലാ കണ്ടൻസും മെമ്മറാൻഡത്തിലെ ആർട്ടിക്കിൾസിലെ എല്ലാ കണ്ടൻസും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു മെമ്മറാൻഡത്തിലെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലാതെ ഒരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അവിടുത്തെ ഡയറക്ടർ, ആ ബോഡി കോർപ്പറേറ്റിലെ ഡയറക്ടറോ അല്ലെങ്കിൽ ഓഫീസറോ അല്ലെങ്കിൽ എംപ്ലോയിയോ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്നതാണ് ഫോറിൻ നാഷണൽ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണ് സബ്സ്ക്രൈബർ എങ്കിൽ അയാൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ട് വേണം അയാളുടെ പ്രൂഫും അതുപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇനി പറയുന്നതാണ് രണ്ടാമത്തെ പറയുന്നതാണ് എ ഡിക്ലറേഷൻ ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ബൈ ആൻ അഡ്വക്കേറ്റ്, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഓർ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. അതായത് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിക്ലറേഷൻ കൊടുക്കണം. ഒരു അഡ്വക്കേറ്റോ അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ആൻ affidavit from each of the subscribers to the memorandum and persons' names as the first directors. അഫിഡാവിറ്റ് എന്ന് പറയുന്ന ഒരു സത്യവാങ്മൂലം കൊടുക്കണം ഓരോ സബ്സ്ക്രൈബേഴ്സ്, ഈച്ച് ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാൻഡം ആൻഡ് ഫ്രം പേഴ്സൺസ് നെയിംഡ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടേഴ്സ്. മെമ്മറാൻഡത്തിലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള പേര് കൊടുത്തിട്ടുള്ള പേഴ്സൺസും എന്ത് ചെയ്യണം, അവരെ സത്യവാങ്മൂലം രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വേണ്ടതാണ് ദ അഡ്രസ് ഫോർ കറസ്പോണ്ടൻറ്റ് ടിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. കറസ്പോണ്ടൻസിൻ്റെ അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി പേഴ്സൺസ് മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദി കമ്പനി. ആർട്ടിക്കിൾസിൽ എന്ത് ചെയ്യണം, ദ പേഴ്സൺസ് മെൻഷൻഡ് ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആരൊക്കെയാണെന്നുള്ള പിന്നെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ആർക്ക് കൊടുക്കണം, രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം.
നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി പേഴ്സൺസ് മെൻഷൻ ഇൻ ദി ആർട്ടിക്കിൾസ് ആസ് ദി ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദി കമ്പനി ഇൻ അതർ ഫോംസ് ഓർ ബോഡീസ് കോർപ്പറേറ്റ് അലോങ് വിത്ത് ദയർ കൺസെൻറ്റ് ടു ആക്ട് ആസ് ദി ഡയറക്ടർ ഓഫ് ദി കമ്പനി. ഇത് കൊടുക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, അതായത് ഇവരുടെ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടറാണെന്നുള്ള ഒരു പെർട്ടിക്കുലേഴ്സ് കൊടുക്കണം, ആരൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ അവരുടെ കൺസെൻറ്റും വേണം, ഡയറക്ടേഴ്സിൻ്റെ കൺസെൻറ്റ് സമ്മതം അറിയിക്കണം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഇത്രയാണുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ അതിൽ രജിസ്ട്രാർക്ക് മുന്നേ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ചെയ്യേണ്ടതാണ് ദി രജിസ്ട്രാർ ഓൺ ദി ബേസിസ് ഓഫ് ദി ഡോക്യുമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ filed shall register all the documents and information in the register and issue a certificate of incorporation in the prescribed form to the effect that the proposed company is incorporated. അതായത് രജിസ്ട്രാർ ഈ ഡോക്യുമെൻറ്റ്സിൽ പറയുന്നതും അതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഡോക്യുമെൻറ്റ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെ രജിസ്റ്ററിലേക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഈ രജിസ്ട്രാർ എന്ത് ചെയ്യും, ഒരു സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാണ്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ പറഞ്ഞിട്ടുള്ള ഫോമിൽ തന്നെ സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാണ്. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് കമ്പനി ഇൻകോർപ്പറേഷൻ നടത്തുന്നത്. ഓൺ ആൻഡ് ഫ്രം ദി ഡേറ്റ് മെൻഷൻഡ് ഇൻ ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂഡ് ദസ് രജിസ്ട്രാർ ഷാൾ അലോട്ട് ടു ദി കമ്പനി എ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. അതായത് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തതിന് ശേഷം രജിസ്ട്രാർ എന്ത് ചെയ്യും, ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ കൊടുക്കും. ഇതാണ് ഓരോ കമ്പനിയുടെയും ഡിസ്റ്റിൻറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത്. കമ്പനിക്കൊക്കെ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്പറാണ് ഈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ സെക്ഷൻ 9. സെക്ഷൻ 7(2)ലാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, തെറ്റായ ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ട് കമ്പനിക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 447 പ്രകാരം അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലയബിലിറ്റീസിനും അവർ ലേബിളായിരിക്കും. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ എഫക്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ 9 ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മെൻഷൻ ഇൻ ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും എന്ത്, സർട്ടിഫിക്കറ്റ് എന്നാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സച്ച് സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാൻഡം ആൻഡ് ഓൾ ദ പേഴ്സൺസ് ആസ് മേ ഫ്രം ടൈം ടു ടൈം become the members of the company shall be a body corporate by the name contained in the memorandum. ആ ടൈം മുതൽ കമ്പനിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും എന്തായി, കമ്പനിയിലെ മെമ്പേഴ്സായി. കമ്പനിയിലെ മെമ്മറാൻഡത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്.